നമസ്കാരം. ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിന് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ക്വാൾകോഡറിനെ പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ക്വാൾകോഡർ എന്ന സോഫ്റ്റ്വെയറിൻ്റെ പൊതുവെ അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു പക്ഷേ തിമാറ്റിക് അനാലിസിസോ മറ്റോ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. ക്വാൾകോഡർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളുടെ സെർച്ച് എഞ്ചിനിൽ ക്വാൾകോഡർ ഡൗൺലോഡെന്നോ ക്വാൾകോഡർ 3.6 ഡൗൺലോഡെന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റും ഗിറ്റ്ഹബ് ലിങ്കും ഒക്കെ നിങ്ങൾക്ക് ആ റിസൾട്ടിൽ കിട്ടും. വെബ്സൈറ്റിൽ പോയാലും അവിടെ നിന്നും ഗിറ്റ്ഹബിലാണ് ഈ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയലുകളൊക്കെ അവർ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഗിറ്റ്ഹബിലെ പ്രൊജക്റ്റ് പേജിലേക്ക് ഉള്ള ലിങ്ക് കിട്ടും. ഗിറ്റ്ഹബിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. മാക് സിസ്റ്റങ്ങൾക്കും വിൻഡോസിനും ഉള്ള പിന്നെ വെർഷനുകൾ അവൈലബിൾ ആണ്. ലിനക്സ് വെർഷനും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് വിൻഡോസിന് പോർട്ടബിൾ വെർഷനുമുണ്ട്, അതല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു വെർഷനുമുണ്ട്. മിക്കവാറും എല്ലാവർക്കും ഉപയോഗിക്കേണ്ടത് ഒരുപക്ഷെ വിൻഡോസിൻ്റെ സെറ്റപ്പ് ഫയൽ എന്ന് പറയുന്ന ഒരു ഫയലാണ്. 250 MB വലുപ്പമുള്ളൊരു ഫയലാണ്. ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇത് റിസ്ക് ആണ് അല്ലെങ്കിൽ അൺനോൺ പബ്ലിഷറുടെ പ്രൊഡക്റ്റ് ആണ്, റൺ ചെയ്യണമെന്നൊക്കെ വിൻഡോസ് ചോദിക്കും. അത് ഒന്നും പേടിക്കാനില്ല, അത് ധൈര്യമായിട്ട് നമുക്ക് റൺ ചെയ്യാം. അങ്ങനെ ഈ ചോദ്യം വരുന്നത് ഈ സർട്ടിഫൈഡ് ലൈസൻസ് എടുക്കാൻ, സർട്ടിഫൈഡ് പബ്ലിഷർ ആവാൻ, അതായത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ സർട്ടിഫൈഡ് പബ്ലിഷർ ആവാൻ ഒരുപാട് പൈസ ചിലവൊക്കെയുള്ള ഒരു പരിപാടിയാണ്. ക്വാൾകോഡർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പ്രൊഫസർ കോളിൻ കർട്ടൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ PhD വർക്കിൻ്റെ സമയത്ത് വന്ന ചില ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ ടൂളിനെ പിന്നീട് സോഫ്റ്റ്വെയർ ആക്കി മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പൈസ മുടക്കി ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ പബ്ലിഷർ ലൈസൻസ് ഒന്നും എടുക്കാനൊന്നും അദ്ദേഹം മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ എററൊക്കെ വരുന്നത്. അപ്പോൾ ഈ വിൻഡോസിൻ്റെ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അത് വെച്ചിട്ട് ക്വാൾകോഡർ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്ന മെനു ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ക്വാൾകോഡറിൻ്റെ വിൻഡോ വരിക. ആദ്യത്തെ തവണ ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരല്പം സമയം 8-10 സെക്കൻഡ് അത് ലോഡായി വരാൻ സമയമെടുത്തേക്കും. പിന്നീട് അങ്ങനെ അത്ര സമയം എടുക്കില്ല. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേഷൻ ഉണ്ട്. AI വെച്ചിട്ടുള്ള കോഡിങ്ങും AI ഉപയോഗിച്ചുള്ള ചില ചാറ്റും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിനെപ്പറ്റി പറയാം. അപ്പോൾ ആദ്യം ഈ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കോഡ് ചെയ്യുന്ന കോഡറുടെ പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഒന്നിലേറെ കോഡർമാർക്ക് ഒരു സമയത്ത് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ കോഡർമാർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് പെർസെൻറ്റേജ് മറ്റുമൊക്കെ എടുക്കാൻ പല കോഡർമാർ ഒരുമിച്ച് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് കോഡർ ആയിട്ടുള്ള ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേര് അതിൽ വരും. അതുപോലെ ബാക്കപ്പ്, ഒരുപാട് വീഡിയോ ഓഡിയോ ഫയലുകളൊക്കെ ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ഫയലുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിരന്തരം ബാക്കപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ സമയവും റിസോഴ്സും ഒക്കെ എടുത്തേക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ അതൊന്നും ഓഫാക്കിയിടാം. അത്തരം കാര്യങ്ങളൊക്കെയും ഡീഫോൾട്ടായിട്ട് തന്നെ ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത് എല്ലാം അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഒരുപാട് വലിയ ഫയലുകൾ, ഇപ്പോൾ വലിയ പുസ്തകങ്ങളൊക്കെ അതേപോലെ അപ്ലോഡ് ചെയ്ത് അത് അനാലിസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ സൈസ് പരിമിതികൾ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കഷ്ണങ്ങളാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് സേഫ്. പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റുകൾ വേർഡ് ഫയലുകളായിട്ടോ ടെക്സ്റ്റ് ഫയലായിട്ടോ അല്ലെങ്കിൽ എക്സൽ ഷീറ്റുകളായിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സിലൊന്നും ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. AI ഇൻ്റഗ്രേഷന് 3 മോഡലുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ OpenAIയുടെ GPT-4o GPT-4 ടർബോയും രണ്ടും പെയ്ഡ് വെർഷൻസ് ആണ്. നിങ്ങൾക്ക് പിന്നെ ChatGPTയുടെ മറ്റോ OpenAIയുടെ ഈ പെയ്ഡ് വെർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ അല്ലാത്തവർക്ക് നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമെയിൽ ID ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ORCID ഒക്കെ ഉള്ള ഒരു റിസർച്ചർ, സ്റ്റുഡൻറ്റ്, റിസർച്ച് സ്കോളർ ഒക്കെ ആണെങ്കിൽ ബ്ലാബ്ലാഡോർ എന്ന് പറയുന്ന ഒരു പിന്നെ ഓപ്പൺ മോഡലുണ്ട്, ഓപ്പൺ സോഴ്സ് മോഡലുണ്ട്. അത് ഹെംഹോൾട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ഓർഗനൈസേഷൻ ആണ് ഈ AI മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ChatGPT അത്രയും പവർഫുൾ അല്ല, പക്ഷേ ഒരുമാതിരിപ്പെട്ട അക്കാഡമിക് ആവശ്യങ്ങളൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയും.
അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ പക്ഷേ അല്പം നീണ്ടുപോകും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഓർക്കിഡ് ഐഡിയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഹെംഹോട്ട്സിൻ്റെ ഒരു ഐഡി ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് അവിടെ നിന്ന് അതിൻ്റെ API കീ ക്രിയേറ്റ് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ AI അനാലിസിസുകൾ ചെയ്യാം. പക്ഷേ ഞാനിതുവരെ AI ഉപയോഗിച്ചുള്ള അനാലിസിസ് ഒന്നും ചെയ്ത് നോക്കിയിരുന്നില്ല. അത് ഒരുപക്ഷേ പിന്നീട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ക്വാൾകോഡറിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇതിനകത്ത് സെറ്റിങ്സിൽ നമ്മൾ പറഞ്ഞു കോഡറിൻ്റെ പേരും മറ്റുമൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും കൊടുക്കാനുള്ളത്. പിന്നെ വർക്ക് ചെയ്യുന്നത് പ്രൊജക്റ്റുകളായിട്ടാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വാളിറ്റേറ്റീവ് സോഫ്റ്റ്വെയറുകളിലും നമ്മൾ പ്രൊജക്റ്റുകൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പിന്നെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ പ്രോജക്റ്റ് സാധാരണഗതിയിൽ ക്വാൾകോഡറിൻ്റെ ആ ഇൻസ്റ്റലേഷൻ ഫോൾഡറിൽ തന്നെയാണത് വരുന്നത്. വേറെ എവിടെ വേണമെങ്കിലും അത് നിങ്ങൾക്ക് പിന്നെ പേര് കൊടുത്തിട്ട് ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ നിലവിൽ കൊടുത്ത പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയൊരു പേര് കൊടുക്കുകയാണ്. ആ പ്രോജക്റ്റിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു ഫോൾഡറും ഒക്കെ ക്രിയേറ്റ് ആയി കഴിയും. അതിനകത്തേക്കാണ് നമുക്ക് ബാക്കി ഫയലുകളും മറ്റുമൊക്കെ നമ്മൾ ലോഡ് ചെയ്ത് ഒക്കെ പോകുന്നത്. ഇനി പ്രൊജക്റ്റുകളിൽ ഫയലുകൾ ആഡ് ചെയ്യാൻ നമ്മൾ മാനേജ് ഫയൽസ് എന്ന് പറയുന്ന ഒരു പിന്നെ ഓപ്ഷനാണ് ഉപയോഗിക്കുക. ഈ മാനേജ് ഫയൽസിനകത്ത് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇമ്പോർട്ട് ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ മിക്കവാറും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്ന ആളുകളൊക്കെയും ഒരുപക്ഷെ അത് ഉപയോഗിക്കുക ഇൻ്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റുകളുടെ കോഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. ഇൻ്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റുകൾ മിക്കവാറും ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ഫയലുകളായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫയലുകൾ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് എടുക്കാം. ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടൊരു ഇമേജ് കൂടി എടുക്കുന്നുണ്ട്. ഇങ്ങനെ എവിടെയാണോ നമ്മുടെ ടെക്സ്റ്റ് ഫയലുള്ളത് ആ ഫയലുകളെ നമുക്ക് ഈ പ്രൊജക്റ്റിനകത്തേക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫയലിൻ്റെ പേരും മറ്റുമൊക്കെ അവിടെ വരും. ആ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫയലിൻ്റെ കണ്ടൻറ്റ് ഇവിടെ ഓപ്പണായി കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഇൻ്റർവ്യൂ ടെക്സ്റ്റിൻ്റെ ഫയലിനകത്തെ ടെക്സ്റ്റ് ഒന്നും ഇവിടെ മാറ്റം വരുത്തരുത്. എന്താണോ ഇൻ്റർവ്യൂ ഫയൽ ഒറിജിനൽ ഫയലുള്ളത് ആ ഫയലിനകത്ത് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അവിടെ മാറ്റം വരുത്തുക. ഈ ക്വാൾകോഡറിനകത്ത് കൊണ്ടുവന്നിട്ട് കോഡിങ് പോലുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. പിന്നെ ടെക്സ്റ്റിൽ എഡിറ്റിംഗ് വരുത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എററുകൾ പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫയലുകളെ ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫയലുകളിൽ അത്യാവശ്യം ഇവിടെ റൈറ്റ് ക്ലിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളും മറ്റുമൊക്കെ ഉണ്ട്. സെക്കൻഡ് കോളങ്ങൾ പിന്നെ എന്താണ് സോർട്ട് ചെയ്യാനും ആഡ് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് പിന്നെ ആട്രിബ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ പല സ്കൂളുകളിൽ നിന്ന് എന്താണ് ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പോൾ അതൊരു പുതിയ ആട്രിബ്യൂട്ട് ആയിട്ട് വരികയും ഒരെണ്ണം സ്കൂൾ 1 ആണെങ്കിൽ മറ്റൊന്നിന് സ്കൂൾ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ആട്രിബ്യൂട്ടുകൾ മറ്റോ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പല ആട്രിബ്യൂട്ടുകൾ നിങ്ങളുടെ ഡേറ്റ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം ആട്രിബ്യൂട്ട്സും മറ്റുമൊക്കെ പിന്നെ കൊടുക്കാൻ കഴിയും. ആട്രിബ്യൂട്ടുകളെ ഫിൽട്ടർ ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ സാധ്യമാണ്. വേണമെങ്കിൽ അങ്ങനെ ഈ ആവശ്യമില്ലാത്ത ആട്രിബ്യൂട്ടുകളെ ഹൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫയലുകളുടെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഈ മാനേജ് എന്ന് പറയുന്ന മെനുവിനകത്ത് 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാനേജ് ഫയൽസ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫയലുകൾ നമ്മുടെ പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൂടാതെ കേസസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കേസുകൾ നമുക്ക് പുതിയ കേസുകൾ ഇമ്പോർട്ട് ചെയ്യാം. കേസുകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇപ്പോൾ ഒരു നേരത്തെ സ്കൂളിൻ്റെ കാര്യം ആട്രിബ്യൂട്ട് കൊടുത്ത പോലെ സ്കൂളുകളുടെ ഒരു സ്കൂളിൽ നിന്നുള്ള ഡേറ്റ എല്ലാം ഒരുമിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനാലിസിസോ പ്രസൻറ്റേഷനോ ഒക്കെ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കേസ് കൊടുക്കുക. എന്നിട്ട് കേസിലേക്ക് ഫയലുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഓരോ കേസിലേക്കും നമുക്ക് പിന്നെ എന്താണ് ഫയലുകളെ ലിങ്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ലോഡ് ചെയ്ത ഫയലുകളെ കേസിലേക്ക് ലിങ്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലുകളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആ കേസിൻ്റെ ഫയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയും അവിടെ ഫയലുകളുടെ ലിസ്റ്റ് നമ്മൾ ലോഡ് ചെയ്ത ഫയലുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് ഫയൽ സെലക്ട് ചെയ്തിട്ട് ആഡ് സെലക്ടഡ് ഫയൽസ് ടു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഈ കേസിൻ്റെ ഭാഗമായി. ഒന്നിലേറെ ഫയലുകൾ ഈ കേസിലേക്ക് ആഡ് ചെയ്യാം. അതൊക്കെ പിന്നീട് പലതരത്തിലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അനാലിസിസ് ടെക്നിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ഡിസൈനിനകത്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരാം. അങ്ങനെ ഇല്ല എങ്കിൽ അത് ചെയ്യണമെന്നില്ല. സാധാരണ തീമാറ്റിക് അനാലിസിസ് ഒക്കെ ചെയ്യാൻ ഒരു പക്ഷേ പിന്നെ ഈ കേസുകൾ ആഡ് ചെയ്യാൻ ആവശ്യമാവണമെന്നില്ല. എങ്കിലും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെയുള്ളത് മാനേജ് മെനുവിൽ പിന്നെയുള്ളത് ജേണലുകളാണ്. ജേണലുകളുടെ ഒരു പ്രധാന ഉപയോഗം ഒരുപക്ഷേ പിന്നെ
ചില ഫോർമാറ്റിങ്ങുകൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റിഫ്ലെക്സിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് നോട്ടുകൾ, അതല്ലെങ്കിൽ കോഡിംഗ് അല്ലാതെ ഒരു ഉത്തരത്തെ പറ്റിയുള്ള ചില നോട്ടുകളും മറ്റുമൊക്കെ തയ്യാറാക്കാനൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള പിന്നെ പ്രധാനമായിട്ടും ഈ റിഫ്ലെക്സിവിറ്റി ഒരു ഇൻ്റർപ്രറ്റേറ്റീവ് ഫ്രെയിംവർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ റിഫ്ലെക്സിവിറ്റി നോട്ടുകൾ, നിങ്ങൾ ഒരു പ്രത്യേക ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവം നടന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ ചില ഫീൽഡ് നോട്ടിങ്സുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ജേണലുകൾ ഉപയോഗിക്കാം. ഈ ജേണലുകൾ ഈ പറഞ്ഞ അതും മാനേജ് മെനുവിൽ തന്നെയാണ് ഉള്ളത്. ഇത്രയൊക്കെയാണ് പിന്നെ മാനേജ്. ഓക്കെ, മറ്റൊരു കാര്യമുള്ളത് റെഫറൻസുകളാണ്. നിങ്ങൾക്ക് ഫയലുകളെ റെഫറൻസ് എൻട്രികളുമായിട്ട് കണക്ട് ചെയ്യാം. അത് ചെയ്യുന്നത് അതിന് ഓക്കെ, റെഫറൻസുകൾ ആഡ് ചെയ്യണം. റെഫറൻസുകൾ ആഡ് ചെയ്യുന്നത് എവിടെയായിരുന്നു? ഓക്കെ, ഇമ്പോർട്ട് റെഫറൻസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് റെഫറൻസസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് RIS എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. RIS ഫോർമാറ്റിൽ നിങ്ങൾ ഈ പിന്നെ ജേണലുകളുടെ സൈറ്റുകളിൽ നിന്നൊക്കെ അതിൻ്റെ റെഫറൻസുകൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പല ഫോർമാറ്റിൽ മെൻ്റലിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിലുള്ള ഒരു ഫോർമാറ്റാണ് ഈ RIS എന്ന് പറയുന്നത്. RIS ഫോർമാറ്റിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള റെഫറൻസ് ലിസ്റ്റുകൾ, ഒരുപാട് റെഫറൻസുകൾ ഒരുമിച്ചാവാം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ RIS ഫയൽ ഇവിടേക്ക് നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സും മറ്റുമൊക്കെ ഇവിടെ കാണാം. ഈ റെഫറൻസുകളെ, ഇത് ജേണലുകളാവാം, ബുക്കുകളാവാം, എന്തുവാകാം, ആ റെഫറൻസുകളെ നമുക്ക് ഈ ഫയലുകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു റെഫറൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആ റെഫറൻസ് ചെറിയൊരു കളർ വ്യത്യാസം അതിന് കാണും. ആ റെഫറൻസിനെ ഏതെങ്കിലും ഒരു ഫയലുമായിട്ട് ലിങ്ക് ചെയ്യാൻ റെഫറൻസ് ആദ്യം സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫയൽ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ലിങ്ക്, താഴെയുള്ള ലിങ്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഫറൻസിനെയും ആ ഫയലിനെയും കൂടെ ലിങ്ക് ചെയ്ത് തരും. ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്ത് റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ടൊക്കെ എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫയലുകളുടെ മാനേജ്മെൻറ്റും ജേണലുകളും ഒക്കെ ആയിട്ട് പിന്നെ ബന്ധപ്പെട്ടുള്ളത്. പിന്നെയുള്ള ഒരു ഭാഗം കോഡിംഗ് ആണ്. കോഡിങ്ങിലാണ് ഒരു പക്ഷേ നമ്മൾ പിന്നെ തീമാറ്റിക് അനാലിസിസൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ കോഡിങ്ങും അതിൻ്റെ കാറ്റഗറൈസേഷനും മറ്റുമൊക്കെയാണ്. കോഡിങ്ങിൽ കോഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത്. കോഡ് ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇടതുവശത്ത് ഫയലുകൾ കാണാം. ഈ ഓരോ ഫയലിൻ്റെയും കണ്ടന്റ് മുഴുവനും വലതുവശത്തുള്ള വലിയ വിൻഡോയിൽ കാണാം. കോഡിങ്ങിൻ്റെ ഒരു ബേസിക് എങ്ങനെയാണെന്ന് വെച്ചാൽ കോഡുകൾ ക്രിയേറ്റ് ചെയ്യുക. കോഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റിനെ എവിടെയെങ്കിലുമൊക്കെയുള്ള ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് കോഡുകളിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇടതുവശത്ത് താഴെയുള്ള വിൻഡോയിൽ ആ ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആഡ് എ ന്യൂ കോഡ് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ആ ആഡ് ന്യൂ കോഡ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ കോഡിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു കോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാനൊരു 3 കോഡുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ 3 കോഡുകളിലേക്കും നമുക്ക് ടെക്സ്റ്റിനെ ആഡ് ചെയ്ത് നോക്കാം. അതാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ആദ്യത്തെ ഫയലിനെ ഞാൻ എടുക്കുകയാണ്. ആദ്യത്തെ ഫയലിനെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഒന്ന് ഒരു ചങ്ക് ഓഫ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയും എന്നിട്ട് ആ ഒരു കോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് ഈ കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ഭാഗം സെലക്ട് ചെയ്തു, അതും ആ കോഡിലേക്ക് തന്നെ ആഡ് ചെയ്യുമ്പോൾ കൗണ്ട് വ്യത്യാസം വരുന്നത് കാണാം. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കോഡറിൻ്റെ പേരുമൊക്കെ അവിടെ നിങ്ങൾ അത് പോയിന്റ് ചെയ്താൽ കാണിക്കും. ഇങ്ങനെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയും ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് കോഡ് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിലേക്ക് ആ കോഡിലേക്ക് ആ ടെക്സ്റ്റ് ആഡ് ചെയ്യപ്പെടും. ഒരേ ടെക്സ്റ്റിനെ ഒന്നിലേറെ കോഡുകളായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. അതവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കോഡുകൾ മാറി മാറി വരുന്നത് കാണാം. ഇപ്പോൾ എന്തുകൊണ്ടത് വർക്ക് ചെയ്യുന്നില്ല? ഓക്കെ, അങ്ങനെയാണത് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് കോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കോഡുകൾ ക്രിയേറ്റ് ചെയ്താൽ മറ്റൊരു തീമാറ്റിക് അനാലിസിസിലേക്ക് ഒരു പ്രധാന ഭാഗം പിന്നെ കാറ്റഗറികളാണ്. ആഡ് എ ന്യൂ കാറ്റഗറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കാറ്റഗറിക്ക് പേര് കൊടുക്കാം. ആ കാറ്റഗറി അവിടെ വന്ന് കിടപ്പുണ്ടാവും. എന്നിട്ട് കോഡുകളെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ നിന്ന് വലിച്ച് ഈ കാറ്റഗറിക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോഡുകൾ കാറ്റഗറികളുടെ ഭാഗമായിട്ട് മാറും. ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം, ഓൾ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്തേക്ക് ഫസ്റ്റ് എന്ന കോഡും സെക്കൻഡ് എന്ന കോഡും പോയിട്ടുണ്ട്. വേണമെങ്കിൽ കോഡുകളെ പരസ്പരം മെർജ് ചെയ്യാനും കഴിയും. അത് ചെയ്യാനായിട്ട് ഒരു കോഡിനെ എടുത്ത് മറ്റൊരു കോഡിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കോഡുകൾ രണ്ടെണ്ണം മെർജ് ചെയ്ത് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് കോഡുകളുമായിട്ട് ബന്ധപ്പെട്ട, കോഡുകളെ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പണികൾ ഇതൊക്കെയാണ്.
ഇമേജസിൻ്റെ കോഡിങ്ങും സാധ്യമാണ്. അത് കോഡിങ്ങിൽ കോഡ് ഇമേജ് കൊടുത്താൽ നേരത്തെ ഉണ്ടാക്കിയ പോലെ കോഡുകൾ അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഇമേജിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് അവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ ചെയ്യേണ്ടത് കോഡ് സെലക്ട് ചെയ്യുക. ഒരു കോഡിൽ ആദ്യം ക്ലിക്ക് ചെയ്യുകയും ഇമേജിൻ്റെ ഒരു ഭാഗം സെലക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡിലേക്ക് ആ ഇമേജിൻ്റെ ആ സെക്ഷൻ പിന്നെ ആഡ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഇമേജിൻ്റെ കോഡിംഗ് ഒന്നും ഒരുപാട് പേരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. എങ്കിലും ഇതാണ് പിന്നെ ഇമേജസ് കോഡ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി. ഇമേജുകൾ മാത്രമല്ല, ടെക്സ്റ്റ് ഇമേജും മാത്രമല്ല, ഓഡിയോ ഫയലുകളും വീഡിയോ ഫയലുകളും കോഡ് ചെയ്യാൻ ക്വാൾ കോഡറിൽ സാധ്യമാണ്. അത് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നില്ല. ഈ പിന്നെ ഓഡിയോ ഫയലുകളൊക്കെ എടുത്തിട്ട് ടൈം സ്റ്റാമ്പൊക്കെ വെച്ചിട്ട് കോഡുകൾ ആഡ് ചെയ്യാനും അതിൻ്റെ റിപ്പോർട്ടുകൾ എടുക്കാനും ഒക്കെ പിന്നെ ക്വാൾ കോഡറിൽ സാധ്യമാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോഡിങ്ങും കാറ്റഗറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വാൾ കോഡറിലെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ. ഇതുകൂടാതെ റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ടുകൾ നമ്മൾ ഒരുപാട് കോഡുകളൊന്നും ചെയ്യാത്തത് കൊണ്ട് റിപ്പോർട്ടുകളിൽ കാര്യമായിട്ടൊന്നും ഇപ്പോൾ എടുത്താലും വരണമെന്നില്ല. അതിൽ റിപ്പോർട്ടുകളുടെ കൂട്ടത്തിൽ കോഡിംഗ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സാധനം സെലക്ട് ചെയ്തിട്ട് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഫയലുകളും കേസുകളും ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് ഫോർ സം റീസൺ. ഓക്കെ, കോഡുകളുടെ റിപ്പോർട്ടുകൾ അത് ഈ പറഞ്ഞ പോലെയാണ്. ഞാൻ വളരെ കുറച്ച് മാത്രം കോഡിങ് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ കോഡിംഗ് റിപ്പോർട്ടിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു രീതി എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇതുകൂടാതെ റിപ്പോർട്ടുകളിൽ തന്നെ കോഡിംഗ് കമ്പാരിസൺ ഞാൻ നേരത്തെ പറഞ്ഞു. 2 കോഡർമാർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോഡിങ് തമ്മിലുള്ള കമ്പാരിസൺ, അതുപോലെ കോഡിങ്ങിൻ്റെ കോഡ് ഫ്രീക്വൻസികൾ, പിന്നെ കോക്കറൻസും കോക്കറൻസൊക്കെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് മൈനിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ഈ കോക്കറൻസിൻ്റെ നെറ്റ്വർക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത്തരം റിപ്പോർട്ടുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരുപക്ഷെ കുറച്ച് കാണാൻ രസമുള്ള സാധനം എന്ന തരത്തിൽ ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഗ്രാഫിൽ കോഡിംഗ് ട്രീ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ട്രീ മറ്റൊക്കെ നിങ്ങൾ പിന്നെ ഒരുപക്ഷെ ഗ്രൗണ്ടഡ് തിയറിയോ അത്തരം ചില അനാലിസിസ് ഒക്കെ ചെയ്യുന്നിടത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ട്രീ ഗ്രാഫുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ ഗ്രാഫുകളുടെ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ അതിനകത്ത് സാധ്യമാണ്. അതുപോലെ ചാർട്ടുകൾ ഉണ്ടാക്കാനും കഴിയും. ചാർട്ടുകൾ പൈ ചാർട്ട് പോലെയൊക്കെയുള്ള ചാർട്ടുകൾ പിന്നെ ഉണ്ടാക്കാൻ കഴിയും. അതും എന്ത് ചാർട്ടാണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ആ പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്തെടുക്കാനും ഒക്കെ സാധ്യമാണ്. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്വാൾ കോഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ NVivo പോലെയുള്ള വളരെ പണം കൊടുത്ത് ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയറുകളുടെ അത്രയും കേപ്പബിലിറ്റീസ് ഇല്ലായിരിക്കാം. പക്ഷേ ഒരു PG ലെവലിലോ അല്ലെങ്കിൽ ഈവൻ ഒരു PhD ലെവലിലൊക്കെ ചെയ്യുന്ന റിസർച്ചിന്, വലിയ പ്രൊജക്റ്റുകളല്ലാത്ത അക്കാഡമിക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പിന്നെ കോഡിംഗ്, റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ക്വാൾ കോഡർ എന്ന് പറയുന്നത്. ക്വാൾ കോഡർ പിന്നെ വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആളുകൾ ചേർന്ന് പിന്നെ ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് മറ്റുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വാൾ കോഡർ എന്ന സോഫ്റ്റ്വെയറിനെ പറ്റി പൊതുവെ പറയാനുള്ളത്. സ്പെസിഫിക് ആയിട്ടുള്ള തീമാറ്റിക് അനാലിസിൻ്റെ മറ്റൊരു ഡെമോ പിന്നീട് എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി.